വേപ്പ് പിണ്ണാക്ക്. ഇതാണ് വേപ്പ് പിണ്ണാക്ക്. അപ്പോൾ നമ്മൾ വേപ്പ് പിണ്ണാക്ക് ഇങ്ങനെ 2 പ്രാവശ്യം ഇട്ടു. അത് കഴിഞ്ഞ് എല്ലുപൊടിയാണ്. എല്ലുപൊടി ഒരു പിടി എടുക്കുക. വേപ്പ് പിണ്ണാക്ക് എടുക്കുന്ന അതിൻ്റെ അത്രം എല്ലുപൊടി ഇട്ടാൽ മതി. വേണ്ട എല്ലുപൊടി. അത് കഴിഞ്ഞ് നമ്മൾ ഇത് ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്യുക. ഇങ്ങനെ മൊത്തം അല്ല എല്ലാം മിക്സായിട്ട് അതിന് ശേഷം നമ്മൾ ഇത്തിരി സൂഡോമോണസ് എടുക്കുക. അതേതല്ല സൂഡോമോണസ് കണ്ട. സൂഡോമോണസ് ഏകദേശം ഒരു ഇത്ര എടുത്താൽ മതി. കണ്ട ഇത്ര എടുത്താൽ മതി. അത് സ്വല്പം ട്രൈക്കോഡർമ എടുക്കുക. ഇതണ്ട ട്രൈക്കോഡർമ, അതും അത്രം തന്നെ എടുത്താൽ മതി. ഇതണ്ട കണ്ടോ എത്ര കണ്ട. അതിന് ശേഷം നമ്മളിത് ഒന്നിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പോട്ട് മിക്സിലാക്കിയതായത് കണ്ട. അപ്പോൾ നമ്മളതിൽ കുറച്ച് ആക്കിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ചാൽ ഓൾറെഡി അത് ഇത്രയും മണ്ണിങ്ങനെ എടുത്ത് മാറ്റി. അതിങ്ങനെ അല്ല മണ്ണ് ഇട്ടിട്ട് ഒരു ഇങ്ങനെ ഒരു കുഴി ഇങ്ങനെ ആക്കിയിട്ട് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ ഈ തൈ ഇതൊരു ഇപ്പോൾ വേര് ഉണ്ടായിരിക്കണം. നമ്മളിതിൻ്റെ വേരുണ്ടായിരിക്കണം. വേരെന്ന് വെച്ചാൽ അടിവേരുണ്ടായിരിക്കണം. അടിവേര് പോകരുത്. അടിവേര് പോകാതെ പറിച്ചെടുക്കണം. അടിവേര് പോയാൽ ചിലപ്പോൾ കിളുത്ത് വരാൻ പാടാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ നിന്നിട്ട് ഇത് നേരെ അകത്തേക്ക് നേരെ ഇറക്കി വയ്ക്കുക. വേണ്ട ആ വേരൊക്കെ കറക്റ്റാക്കി ഇവിടെ വേരിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഈ നേരത്തെ എടുത്ത ഇതും കൂടി ഇട്ട് ഉറപ്പിക്കുക നല്ലപോലെ. അപ്പോൾ നമ്മൾ വേറൊരു കാര്യം പറഞ്ഞില്ല. അതിന് ഈ കൂട് ഇതുപോലെ ഇത് ഈ വീതി 10 ഇഞ്ചാണ്. ഇവിടെ വരെ 10 ഇഞ്ച്. ഇത് 15 ഇഞ്ചാണിത്. ഇവിടെ നിന്ന് നീളത്തിൽ 15 ഇഞ്ച്. എന്നിട്ട് ഇത് നമ്മൾ ഇതിങ്ങനെ ആക്കി മടക്കത്. ഇത് ഈ അടിവശം ഇത്തിരി ഇങ്ങോട്ട് പുറകോട്ട് മാറ്റി ഇത് ഇത്തരം ഭാഗത്ത് ചെയ്തേച്ചും നമ്മൾ ഇതുകൊണ്ടൊരു തുളയിടുക. അതിങ്ങനെ ഇതുണ്ടോ ഇതുപോലെ തുളയിടുക. ഇതുണ്ടോ ഇവിടെ ഒരു തുളയിടുക, ഇവിടെ ഒരു തുളയിടുക, അതിന് ഇപ്പുറത്ത് ഇങ്ങനെ തുളയിടുക. അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരും. ഇതുണ്ടോ. അപ്പോൾ ഇത് അടിവശം അടഞ്ഞ ഭാഗമാണിത്. ഈ ഭാഗം അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇവിടം വരെ തുളയുണ്ട്. ഇത് ഓപ്പൺ ഭാഗമാണ്. ഇതുണ്ടോ ഓപ്പണായിട്ടുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ പോട്ട് മിക്സും ഇടാം. അത് കഴിഞ്ഞ് ഇതുപോലെ നട്ടാൽ മതി. നട്ട് കഴിഞ്ഞ് നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കുക. ഇതുണ്ട് വെള്ളം ഒഴിച്ച് കറക്റ്റാക്കിയിട്ട് അതിന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഇരുത്തുക. ഇങ്ങനെ വെള്ളം ബാലൻസ് ഉണ്ട് ഇവിടെ. പിന്നെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതിലൊഴിച്ചിട്ട് ഒരു വെള്ളം പിഴിഞ്ഞാൽ വരാത്ത രീതിയിൽ നനച്ചിട്ട് ഇതിൻ്റെ അകത്ത് ആക്കിയാലും മതി. അങ്ങനെയാലും അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ പിടിച്ച ഒരു ചെടിയാണിത്. ഇതേണ്ട ചീര. ഒരു ചീര ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ 2 ദിവസം മുമ്പ് 3-4 ദിവസമായത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ആക്റ്റീവായിട്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട്. പേര് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇതേപോലെ തളർന്ന് കിടക്കുകയായിരുന്നു. ഇങ്ങനെ തളർന്ന് കിടക്കുകയായിരുന്നു. ഇത് നല്ലപോലെ. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന വിധങ്ങൾ ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് വിജയിച്ച കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത്. ശരി, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി.